നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യാറുള്ള പല തെറ്റുകളും ഭാവിയിൽ നമ്മുടെ റീപ്രൊഡക്ഷനെയും കാര്യങ്ങളൊക്കെ സാരമായിട്ട് ബാധിച്ചേക്കാന്നുള്ളതാണ്. സ്പേം കൗണ്ടിനെ മോട്ടിലിറ്റിയൊക്കെ ബാധിക്കുന്ന പല ശീലങ്ങളും നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യാറുണ്ട്. മസ്റ്റായിട്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ശീലങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് തുടക്കത്തിലേ തന്നെ പറയാനുള്ള ഒരു കാര്യം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ചില വെൽനസ് പ്രൊഡക്റ്റുകൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് നേച്ചർ മാനി എന്ന് പറഞ്ഞ ബ്രാൻഡ് പുറത്തിറക്കുന്ന പേം അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ആയുഷിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത് 2 ടാബ്ലറ്റ് വെച്ചാണ്, രാവിലെയും രാത്രി ഓരോന്ന് വെച്ചാണ് കഴിക്കേണ്ടത്. എന്താണ് ഇത് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്, ആ ഒരു സ്പേം ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മോട്ടിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയുർവേദിക് ആയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റ് തന്നെയാണ് എന്തുകൊണ്ടും പേം അപ്പ് എന്നുള്ളത്. ഇനി ഈ നേച്ചർ മാനിയുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാണ് വൈറ്റപ്പ് എന്നുള്ളത്. ഈ വൈറ്റപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല വൈറ്റമിൻസുകളും കാര്യങ്ങളൊക്കെ ഈ വൈറ്റപ്പിലുണ്ട്. പിന്നെ കൂടാതെ ചില എസെൻഷ്യൽ മൂലകങ്ങൾ കാര്യങ്ങൾ, ഇപ്പോൾ സിങ്ക്, മെഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും സെക്ഷൽ ലൈഫിനൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് ഈ പറഞ്ഞ വൈറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതും അതേപോലെ തന്നെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ പേം അപ്പ് വാങ്ങിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അവരെ കോൾ ചെയ്തുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള നമ്പറുകളും കാര്യങ്ങളും ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതുമാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആ ഒരു സ്പേമിനെയൊക്കെ കില്ല് ചെയ്യുന്ന, ഇല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ ഭാവിയിൽ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല ആ ശീലങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ശീലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നും പരിചയപ്പെടും. പല ആൾക്കാർ രാത്രിയിലൊക്കെ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട്, ഇല്ലെങ്കിൽ സ്കൂൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ പഠനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിയിലൊക്കെ ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സ് നോക്കുക, പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൃത്യമായിട്ട് അവർ കിടന്നുറങ്ങില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല സ്റ്റഡീസും ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന ആൾക്കാർ, അതേപോലെ തന്നെ 7 to 8 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ, സോ ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവരുടെ കേസിൽ മറ്റേ 7 to 8 മണിക്കൂർ ഉറങ്ങുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 31% സാധ്യതകൾ കുറവാണ് തൻ്റെ പാർട്ണറിനെ പ്രഗ്നൻസിയിലോട്ട് എത്തിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ 31% സാധ്യതകൾ കുറവാണ്. അപ്പം വെറുതെ ഒന്ന് ഉറങ്ങിയാൽ പോരെ ഗൈസ്. കൃത്യമായിട്ടുള്ള ഉറക്കം ആവശ്യമാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഉറക്കം കൊടുക്കണം. ഒരു 7 to 8 മണിക്കൂറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം പറയുന്നത്. ഉറങ്ങാതെ രാത്രിയിൽ ഫോൺ കുത്തിയിരുന്ന് പല വീഡിയോസുകളും കാണുന്ന ചങ്കിന് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. ഇനി മൂന്നാമത് പറയാനുള്ളത്, ചില ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കി നിർത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ omega-3 ഒക്കെ അടങ്ങിയുള്ള ഫിഷുകൾ കാര്യങ്ങൾ, ഇപ്പോൾ ട്യൂണ അങ്ങനെയുള്ള ചില ഫിഷസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ omega-3 കൂടുതലായിട്ട് അടങ്ങിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരുടെ കേസിൽ സ്പേം കൗണ്ടും ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലായിട്ട് കണ്ടതായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്. നമ്മളെല്ലാം പല സോണുകളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെതായ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ലൈഫിനെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. ആ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ തന്നെ ഓവറോൾ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും, സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും, സ്പേം പ്രൊഡക്ഷനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ഈ സ്ട്രെസ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ, എക്സസൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ആക്ടിവിറ്റിയിൽ, ഫിസിക്കൽ ആയിട്ടുള്ള ഗെയിംസ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാം. അതേപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ആ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ വശത്തു നിന്ന് ഉണ്ടാവേണ്ടുന്ന കാര്യമാണ്. സോ ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് 5ാമത് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, റോങ് ആയിട്ടുള്ള ശീലങ്ങൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, റീക്രിയേഷണൽ ഡ്രഗ്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം അൺഹെൽത്തി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്ന ശീലങ്ങളാണിത്. ഇതിലിപ്പോൾ ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ നമ്മൾ കഴിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അതൊരു കാര്യമായിട്ടുള്ള ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്.
കൊടിയ മദ്യപാനിയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ടുള്ള പ്രശ്നമാണ്. സ്മോക്കിംഗ് ഒന്നും ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് പറയാനുള്ള ശീലമല്ല. അതുപോലെ റീക്രിയേഷണൽ ഡ്രിങ്ക്സുകളായിട്ടുള്ള കാര്യങ്ങളും ഒരിക്കലും ഒരു ബെനിഫിറ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഈ 3 ശീലങ്ങളും മസ്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് നമ്മുടെ ഹെൽത്തിന് അനിവാര്യമാണ്. കുഴി ചെന്ന് ചാടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷ നിർത്തുന്നു. ഇറ്റ്സ് മീ ദിസ് ടുമാറോ.